ഇതിന്റെ ഒരു ചികിത്സയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ഒരു അസുഖം വന്ന ഒരാൾക്ക് ഏത് രീതിയിലുള്ള ഒരു ചികിത്സയാണ് നൽകുന്നത്? ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇവരെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുത്താണല്ലോ. അപ്പോൾ അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. സക്ഷൻ വെച്ച് പ്രോപ്പർ ആയിട്ട് ചെവിയിലുള്ള പഴുപ്പെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഇവർക്ക് ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ്, അതായത് ആന്റിബയോട്ടിക്കിന്റെ ഡ്രോപ്സ് ചെവിയിൽ ഒറ്റിക്കാൻ കൊടുക്കേണ്ടതാണ്. പിന്നെ അതിന്റെ കൂടെ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് ഓറൽ ആന്റിബയോട്ടിക്സും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പിന്നെ മൂക്കടപ്പ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആന്റി ഹിസ്റ്റമിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യണം. ഇതിലൂടെ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ആവും. ഇൻഫെക്ഷൻ നമുക്ക് കൺട്രോളിൽ നിൽക്കാൻ പറ്റും. പിന്നെ അതൊരു ഡ്രൈ ഇയർ ആയോ, അതായത് പഴുപ്പൊന്നും ഇല്ലാതെ പക്ഷെങ്കിൽ ഇയർ ഡ്രം കർണപടത്തിൽ ഹോള് സുഷിരം അവിടെ തന്നെ ഉണ്ടാവും. അത് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ട് അത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് പെർസിസ്റ്റ് ചെയ്ത് ഉള്ള ഒരു ഹോള് പെർസിസ്റ്റ് ചെയ്തിട്ട് ഇയർ ഡ്രമ്മിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ സർജറി ചെയ്തിട്ട് തന്നെ ക്ലോസ് ചെയ്യേണ്ടതാണ്. അത് മെയിൻ ആയിട്ട് ഇപ്പോൾ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്ന, അല്ലെങ്കിൽ ഹിയറിംഗ് ലോസ്, ഒരാളെ ഹിയറിംഗ് നല്ല ഡിഫറൻസ് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സർജറി ചെയ്ത് അത് ഇയർ ഡ്രം നമ്മൾ ടിമ്പാനോപ്ലാസ്റ്റി ചെയ്യണം. ഇയർ ഡ്രം ആ ഹോള് നമ്മൾ അടച്ചു കൊടുക്കേണ്ടതാണ്. അതിന് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഫേഷ്യ, ടെമ്പറാലിസ് ഫേഷ്യ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഇയർ ഡ്രമ്മിലെ കർണപടവുമായിട്ട് കൂടുതൽ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫേഷ്യാണ് നമ്മൾ ഇവിടുന്ന് ആ ഫേഷ്യ എടുത്ത് അത് വെച്ച് ഈ കർണപടത്തിലുള്ള സുഷിരം നമ്മൾ അടക്കാണ് യൂഷ്വലി ചെയ്യാറ്. പിന്നെ അതാണ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ ഇതിലൂടെ നമുക്ക് ഈ പേഷ്യന്റിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴുപ്പ് ഒലിക്കുന്നതും തടയാനും പറ്റും. അതേപോലെ ഹിയറിംഗിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.